പ്രഥമസ്കന്ധ അഥ അഷ്ടമോധ്യായ. സൂത ഉവാച അഥ തേ സംപരേതാനാം സ്വാനാമുദകമിച്ഛതാം ദാതും സകൃഷ്ണാ ഗംഗായാം പുരസ്കൃത്യ യയുസ്ത്രിയഃ. ഇതാണ് പ്രഥമസ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ പരിചയപ്പെടാം. അഥ തേ സംപരേതാനാം സ്വാനാം ഉദകം ഇച്ഛതാം ദാതും സകൃഷ്ണാഃ ഗംഗായാം പുരസ്കൃത്യ യയുഃ സ്ത്രിയഃ. അടുത്ത ശ്ലോകം 2. തേ നിനീയോദകം സർവേ വിലപ്യ ച ഭൃശം പുനഃ ആപ്ലുതാ ഹരിപാദാബ്ജരജഃ പൂതസരിജ്ജലേ. ഇതാണ് 2-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തേ നിനീയ ഉദകം സർവേ വിലപ്യ ച ഭൃശം പുനഃ ആപ്ലുതാഃ ഹരിപാദാബ്ജരജഃ പൂതസരിജ്ജലേ. അടുത്ത ശ്ലോകം 3. തത്രാസീനം കുരുപതിം ധൃതരാഷ്ട്രം സഹാനുജം ഗാന്ധാരീം പുത്രശോകാർത്താം പൃഥാം കൃഷ്ണാഞ്ച മാധവ. ഇതാണ് 3-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തത്ര ആസീനം കുരുപതിം ധൃതരാഷ്ട്രം സഹാനുജം ഗാന്ധാരീം പുത്രശോകാർത്താം പൃഥാം കൃഷ്ണാം ച മാധവ. അടുത്ത ശ്ലോകം 4. സാന്ത്വയാമാസ മുനിഭിർഹതബന്ധൂൻഛുചാർപ്പിതാൻ ഭൂതേഷു കാലസ്യ ഗതിം ദർശയന്നപ്രതിക്രിയാം. ഇതാണ് 4-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. സാന്ത്വയാമാസ മുനിഭിഃ ഹതബന്ധൂൻ ശുചാർപ്പിതാൻ ഭൂതേഷു കാലസ്യ ഗതിം ദർശയൻ അപ്രതിക്രിയാം. അടുത്ത ശ്ലോകം 5. സാധയിത്വാ ജാതശത്രോ സ്വം രാജ്യം കിതവൈർഹൃതം ഘാതയിത്വാ സതോ രാജ്ഞഃ കചസ്പരിശക്ഷതായുഷഃ. ഇതാണ് 5-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. സാധയിത്വാ അജാതശത്രോഃ സ്വം രാജ്യം കിതവൈഃ ഹൃതം ഘാതയിത്വാ അസതഃ രാജ്ഞഃ കചസ്പരിശക്ഷതായുഷഃ. അടുത്ത ശ്ലോകം 6. യാജയിത്വാ അശ്വമേധൈസ്തം ത്രിഭിരുത്തമകൽപകൈഃ തദ്യശഃ പാവനന്ദിക്ഷു ശതമന്യോരിവാദനോത്. ഇതാണ് 6-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യാജയിത്വാ അശ്വമേധൈഃ തം ത്രിഭിഃ ഉത്തമകൽപകൈഃ
തദ്യശ പാവനം ദിക്ഷു ശതമന്യോഃ ഇവ ആതനോത്. അടുത്ത ശ്ലോകം 7. ആമന്ത്ര്യ പാണ്ഡുപുത്രാംശ്ച സൈനേയോദ്ധവ സംയുത ദ്വൈപായനാദിഭിർവിപ്രൈഃ പൂജിതൈഃ പ്രതിപൂജിത. ഇതാണ് 7ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ആമന്ത്ര്യ പാണ്ഡുപുത്രാൻ ച സൈനേയോദ്ധവ സംയുത ദ്വൈപായനാദിഭിഃ വിപ്രൈഃ പൂജിതൈഃ പ്രതിപൂജിത. അടുത്ത ശ്ലോകം 8. ഗന്തും കൃതമതിർബ്രഹ്മൻ ദ്വാരകാം രഥമാസ്ഥിത ഉപലേഭേഭിധാവന്തീമുത്തരാം ഭയവിഹ്വലാം. ഇതാണ് 8ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഗന്തും കൃതമതിഃ ബ്രഹ്മൻ ദ്വാരകാം രഥം ആസ്ഥിതഃ ഉപലേഭേ അഭിധാവന്തീം ഉത്തരാം ഭയവിഹ്വലാം. അടുത്ത ശ്ലോകം 9. ഉത്തരോവാച പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പതേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. ഇതാണ് 9ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പതേ ന അന്യം ത്വത് അഭയം പശ്യേ യത്ര മൃത്യുഃ പരസ്പരം. അടുത്ത ശ്ലോകം 10. അഭിദ്രവതി മാമീശ സരസ്തപ്തായസോ വിഭോ കാമം ദഹതു മാം നാഥ മാ മേ ഗർഭോ നിപാത്യതാം. ഇതാണ് 10ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അഭിദ്രവതി മാം ഈശ ശര തപ്തായസ വിഭോ കാമം ദഹതു മാം നാഥ മാ മേ ഗർഭ നിപാത്യതാം. അടുത്ത ശ്ലോകം 11. സൂത ഉവാച ഉപധാര്യവചസ്തസ്യാ ഭഗവാൻ ഭക്തവത്സല അപാണ്ഡവമിദം കർത്തും ദ്രൗണേരസ്ത്രമബുദ്ധ്യത. ഇതാണ് 11ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഉപധാര്യ വച തസ്യാഹ ഭഗവാൻ ഭക്തവത്സല അപാണ്ഡവം ഇദം കർത്തും ദ്രൗണേഃ അസ്ത്രം അബുദ്ധ്യത. അടുത്ത ശ്ലോകം 12. തർഹ്യേവാഥ മുനിശ്രേഷ്ഠ പാണ്ഡവാ പഞ്ചസായകാൻ ആത്മനോഭിമുഖാൻ ദീപ്താനാലക്ഷ്യാസ്ത്രാണ്യുപാദതു. ഇതാണ് 12ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തർഹി
ഏവ അഥ മുനിശ്രേഷ്ഠ പാണ്ഡവാഃ പഞ്ച സായകാൻ ആത്മനഃ അഭിമുഖാൻ ദീപ്താൻ ആലക്ഷ്യ അസ്ത്രാണി ഉപാദതു. അടുത്ത ശ്ലോകം 13. വ്യസനം വീക്ഷ്യ തത്തേഷാമനന്യവിഷയാത്മനാം സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം വ്യധാദ്വിഭു. ഇതാണ് 13ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. വ്യസനം വീക്ഷ്യ തത് തേഷാം അനന്യവിഷയാത്മനാം സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം വ്യധാത് വിഭുഃ. അടുത്ത ശ്ലോകം 14. അന്തസ്ഥഃ സർവഭൂതാനാമാത്മാ യോഗേശ്വരോ ഹരി സ്വമായയാ വൃണോദ്ഗർഭം വൈരാട്യാ കുരുതന്തവേ. ഇതാണ് 14ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അന്തസ്ഥഃ സർവഭൂതാനാം ആത്മാ യോഗേശ്വര ഹരി സ്വമായയാ ആവൃണോത് ഗർഭം വൈരാട്യാഃ കുരുതന്തവേ. അടുത്ത ശ്ലോകം 15. യദ്യപ്യസ്ത്രം ബ്രഹ്മശിരസ്ത്വമോഘം ചാപ്രതിക്രിയം വൈഷ്ണവം തേജ ആസാദ്യ സമശാമ്യത് ഭൃഗൂദ്വഹ. ഇതാണ് 15ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യദി അപി അസ്ത്രം ബ്രഹ്മശിരഃ തു അമോഘം ച അപ്രതിക്രിയം വൈഷ്ണവം തേജഃ ആസാദ്യ സമശാമ്യത് ഭൃഗൂദ്വഹ. അടുത്ത ശ്ലോകം 16. മാ മംസ്ഥാഹ്യേതദാശ്ചര്യം സർവാശ്ചര്യമയേച്യുതേ യ ഇദം മായയാ ദേവ്യാ സൃജത്യവതി ഹന്ത്യജ. ഇതാണ് 16ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. മാ മംസ്ഥാഹ ഹി ഏതത് ആശ്ചര്യം സർവാശ്ചര്യമയേ അച്യുതേ യഹ ഇദം മായയാ ദേവ്യാ സൃജതി അവതി ഹന്തി അജഹ. അടുത്ത ശ്ലോകം 17. ബ്രഹ്മതേജോ വിനിർമുക്തൈരാത്മജൈഃ സഹ കൃഷ്ണയാ പ്രയാണാഭിമുഖം കൃഷ്ണമിദമാഹ പൃഥാ സതി. ഇതാണ് 17ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ബ്രഹ്മതേജോ വിനിർമുക്തൈഃ ആത്മജൈഃ സഹ കൃഷ്ണയാ പ്രയാണാഭിമുഖം കൃഷ്ണം ഇദം ആഹ പൃഥാ സതി.
അടുത്ത ശ്ലോകം 18. കുന്ത്യുവാച നമസ്യേ പുരുഷം ത്വാദ്യമീശ്വരം പ്രകൃതേഃ പരം അലക്ഷ്യം സർവഭൂതാനാമന്തർബഹിരവസ്ഥിതം. ഇതാണ് 17ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. നമസ്യേ പുരുഷം ത്വാ ആദ്യം ഈശ്വരം പ്രകൃതേഃ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിഃ അവസ്ഥിതം. അടുത്ത ശ്ലോകം 19. മായാജവനികാച്ഛന്നമജ്ഞാധോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശാ നട്ടോ നാട്യധരോ യഥാ. ഇതാണ് 19ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. മായാജവനികാച്ഛന്നം അജ്ഞാ അധോക്ഷജം അവ്യയം ന ലക്ഷ്യസേ മൂഢദൃശാ നടഃ നാട്യധരഃ യഥാ. അടുത്ത ശ്ലോകം 20. തഥാ പരമഹംസാനാം മുനീനാമമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമ ഹി സ്ത്രിയഃ. ഇതാണ് 20ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ പരിചയപ്പെടാം. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമ ഹി സ്ത്രിയഃ. അടുത്ത ശ്ലോകം 21. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇതാണ് 21ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമഃ നമഃ. അടുത്ത ശ്ലോകം 22. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. ഇതാണ് 22ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമഃ തേ പങ്കജാംഘ്രയേ. അടുത്ത ശ്ലോകം 23. യഥാ ഹൃഷീകേശ ഖലേന ദേവകീ കംസേന രുദ്ധാതിചിരം ശുചാർപ്പിതാ വിമോചിതാഹഞ്ച സഹാത്മജാ വിഭോ ത്വയൈവ നാഥേന മുഹുർവിപദ്ഗണാത്. ഇതാണ് 23ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ പരിചയപ്പെടാം. യഥാ ഹൃഷീകേശ ഖലേന ദേവകീ കംസേന രുദ്ധാ അതിചിരം ശുചാർപ്പിതാ വിമോചിതാ അഹം ച സഹാത്മജാ വിഭോ ത്വയാ ഏവ നാഥേന മുഹുഃ വിപദ്ഗണാത്.
അടുത്ത ശ്ലോകം 24. വിഷാൻ മഹാഗ്നേ പുരുഷാദ് ദർശനാദസത്സഭായാ വനവാസകൃച്ഛ്രത മൃധേ മൃധേനേകമഹാരഥാസ്ത്രതോ ദ്രൗണ്യസ്ത്രതശ്ചാസ്മ ഹരേഭിരക്ഷിതാഃ. ഇതാണ് 24-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ പരിചയപ്പെടാം. വിഷാദ് മഹാഗ്നേഃ പുരുഷാദ് ദർശനാദ് അസത്സഭായാഃ വനവാസകൃച്ഛ്രത മൃധേ മൃധേ അനേകമഹാരഥാസ്ത്രത ദ്രൗണ്യസ്ത്രത ച ആസ്മ ഹരേ അഭിരക്ഷിതാഃ. അടുത്ത ശ്ലോകം 25. വിപദ സന്തു ന ശശ്വത്തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യത്സ്യാദ പുനർഭവദർശനം. ഇതാണ് 25-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ പരിചയപ്പെടാം. വിപദഃ സന്തു നഃ ശശ്വത് തത്ര തത്ര ജഗദ്ഗുരോ ഭവതഃ ദർശനം യത് സ്യാദ് അപുനർഭവദർശനം. അടുത്ത ശ്ലോകം 26. ജന്മൈശ്വര്യശ്രുതശ്രീഭിരേധമാനമദ പുമാൻ നൈവാർഹത്യഭിധാതും വൈ ത്വാമകിഞ്ചന ഗോചരം. ഇതാണ് 26-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ പരിചയപ്പെടാം. ജന്മൈശ്വര്യശ്രുതശ്രീഭിഃ ഏധമാനമദഃ പുമാൻ ന ഏവ അർഹതി അഭിധാതും വൈ ത്വാം അകിഞ്ചന ഗോചരം. അടുത്ത ശ്ലോകം 27. നമോ കിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമഃ. ഇതാണ് 27-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. നമഃ അകിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമഃ. അടുത്ത ശ്ലോകം 28. മന്യേ ത്വാം കാലമീശാനമനാദിനിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനാം യന്മിഥഃ കലിഃ. ഇതാണ് 28-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. മന്യേ ത്വാം കാലം ഈശാനം അനാദിനിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനാം യത് മിഥഃ കലിഃ. അടുത്ത ശ്ലോകം 29. ന വേദ കശ്ചിത് ഭഗവംശ്ചികീർഷിതം തവേഹമാനസ്യ നൃണാം വിഡംബനം ന യസ്യ കശ്ചിദ്ദയിതോസ്തി കരിഹി ചിദ്വേഷ്യശ്ച യസ്മിൻ വിഷമാ മതിർനൃണാം.
ഇതാണ് 29-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ പരിചയപ്പെടാം. ന വേദ കശ്ചിത് ഭഗവൻ ചികീർഷിതം തവ ഈഹമാനസ്യ നൃണാം വിഡംബനം ന യസ്യ കശ്ചിത് ദയിതഃ അസ്തി കരിഹിചിത് ദ്വേഷ്യഃ ച യസ്മിൻ വിഷമാ മതിഃ നൃണാം. അടുത്ത ശ്ലോകം 30. ജന്മകർമ്മ ച വിശ്വാത്മന്നജസ്യാകർത്തുരാത്മനഃ തിര്യംനൃഷിഷു യാദസ്സു തദത്യന്ത വിഡംബനം. ഇതാണ് 30-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ജന്മ കർമ്മ ച വിശ്വാത്മൻ അജസ്യ അകർത്തുഃ ആത്മനഃ തിര്യംനൃഷിഷു യാദസ്സു തദ് അത്യന്ത വിഡംബനം. അടുത്ത ശ്ലോകം 31. ഗോപ്യാദദേ ത്വയി കൃതാഗസിതാമതാവദ്യാതേ ദശാശ്രുകലിലാഞ്ജന സംഭ്രമാക്ഷം വക്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ സാ മാം വിമോഹയതി ഭീരപി യദ്ബിഭേദി. ഇതാണ് 31-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഗോപീ ആദദേ ത്വയി കൃതാഗസി ദാമ താവത് യാ തേ ദശാ അശ്രുകലിലാഞ്ജന സംഭ്രമാക്ഷം വക്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ സാ മാം വിമോഹയതി ഭീഹി അപി യത് ബിഭേദി. അടുത്ത ശ്ലോകം 32. കേചിദാഹുരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ യദോ പ്രിയസ്യാന്വവായേ മലയസ്യേവ ചന്ദനം. ഇതാണ് 32-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. കേചിത് ആഹുഹു അജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ യദോ പ്രിയസ്യ അന്വവായേ മലയസ്യ ഇവ ചന്ദനം. അടുത്ത ശ്ലോകം 33. അപരേ വസുദേവസ്യ ദേവക്യാം യാചിതോഭ്യഗാത് അജസ്ത്വമസ്യ ക്ഷേമായ വധായ ച സുരദ്വിഷാം. ഇതാണ് 33-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അപരേ വസുദേവസ്യ ദേവക്യാം യാചിതഃ അഭ്യഗാത് അജഃ ത്വം അസ്യ ക്ഷേമായ വധായ ച സുരദ്വിഷാം. അടുത്ത ശ്ലോകം 34. ഭാരാവതാരണായാന്യേ ഭുവോ നാവ ഇവോ ദധൗ സീദന്ത്യാ ഭൂരിഭാരേണ
ജാതോ ഹ്യാത്മഭുവാർത്ഥിത. ഇതാണ് 34-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഭാരാവതാരണായ അന്യേ ഭുവഃ നാവഃ ഇവ ഉദധൗ സീദന്ത്യാഃ ഭൂരിഭാരേണ ജാതഃ ഹി ആത്മഭുവാ അർത്ഥിതഃ. അടുത്ത ശ്ലോകം 35. ഭവേസ്മിൻ ക്ലിശ്യമാനാനാമവിദ്യാകാമകർമ്മഭിഃ ശ്രവണസ്മരണാർഹാണി കരിഷ്യന്നിതി കേചന. ഇതാണ് 35-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഭവേ അസ്മിൻ ക്ലിശ്യമാനാനാം അവിദ്യാകാമകർമ്മഭിഃ ശ്രവണസ്മരണാർഹാണി കരിഷ്യൻ ഇതി കേചന. അടുത്ത ശ്ലോകം 36. ശൃണ്വന്തി ഗായന്തി ഗൃണന്ത്യഭീക്ഷ്ണശഃ സ്മരന്തി നന്ദന്തി തവേഹിതം ജനാഃ തയേവ പശ്യന്ത്യജിരേണ താവകം ഭവപ്രവാഹോ പരമം പദാംബുജം. ഇതാണ് 36-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ശൃണ്വന്തി ഗായന്തി ഗൃണന്തി അഭീക്ഷ്ണശഃ സ്മരന്തി നന്ദന്തി തവ ഈഹിതം ജനാഃ തേ ഏവ പശ്യന്തി അചിരേണ താവകം ഭവപ്രവാഹോ പരമം പദാംബുജം. അടുത്ത ശ്ലോകം 37. അപ്യദ്യനസ്ത്വം സ്വകൃതേഹിത പ്രഭോ ജിഹാസസി സ്വിത് സുഹൃദോനുജീവിന ഏഷാന്ന ചാന്യത് ഭവതഃ പദാംബുജാത് പരായണം രാജസുയോജിതാം ഹസാം. ഇതാണ് 37-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അപി അദ്യ നഃ ത്വം സ്വകൃതേഹിത പ്രഭോ ജിഹാസസി സ്വിത് സുഹൃദഃ അനുജീവിനഃ യേഷാം ന ച അന്യത് ഭവതഃ പദാംബുജാത് പരായണം രാജസു യോജിതാം ഹസാം. അടുത്ത ശ്ലോകം 38. കേവയം നാമരൂപാഭ്യാം യദുഭിഃ സഹ പാണ്ഡവാഃ ഭവതോ ദർശനം യരിഹി ഹൃഷീകാണാമിവേശിതു. ഇതാണ് 38-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. കേ വയം നാമരൂപാഭ്യാം യദുഭിഃ സഹ പാണ്ഡവാഃ ഭവതഃ അദർശനം യരിഹി ഹൃഷീകാണാം ഇവ ഈശിതുഃ. അടുത്ത ശ്ലോകം 39. നേയം ശോഭിഷ്യത്തെ തത്ര യഥേദാനീം ഗദാധര ത്വത്പദൈരംകിതാഭാതി സ്വലക്ഷണ വിലക്ഷിതൈഃ. ഇതാണ് 39-ാമത്തെ ശ്ലോകം.
ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ന ഇയം ശോഭിഷ്യതേ തത്ര യഥാ ഇദാനീം ഗദാധര ത്വത്പദൈഃ അങ്കിതാ ഭാതി സ്വലക്ഷണ വിലക്ഷിതൈഃ. അടുത്ത ശ്ലോകം 40. ഇമേ ജനപദാ സ്വർധാ സുപക്വൗഷധിവീരുധ വനാദ്രിനദ്യുദന്വന്തോ ഹ്യേധന്തേ തവ വീക്ഷിതൈഃ. ഇതാണ് 40ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഇമേ ജനപദാഃ സ്വർധാഃ സുപക്വൗഷധിവീരുധ വനാദ്രിനദ്യുദന്വന്തഃ ഹി ഏധന്തേ തവ വീക്ഷിതൈഃ. അടുത്ത ശ്ലോകം 41. അഥ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേഷു മേ സ്നേഹപാശമിമം ഛിന്ധി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. ഇതാണ് 41ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അഥ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേഷു മേ സ്നേഹപാശം ഇമം ഛിന്ധി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. അടുത്ത ശ്ലോകം 42. ത്വയി മേനന്യവിഷയാ മതിർമധുപതേ സകൃത് രതിമുദ്വഹതാദദ്ധാ ഗംഗേവൗഘമുദന്വതി. ഇതാണ് 42ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ത്വയി മേ അനന്യവിഷയാ മതി മധുപതേ അസകൃത് രതിം ഉദ്വഹതാത് അദ്ധാ ഗംഗാ ഇവ ഓഘം ഉദന്വതി. അടുത്ത ശ്ലോകം 43. ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വൃഷ്ണിർഷഭാവനിധൃഗ്രാജന്യവംശദഹനാനപവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജസുരാർത്തിഹരാവതാര യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഇതാണ് 43ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ശ്രീകൃഷ്ണ കൃഷ്ണസഖ വൃഷ്ണിർഷഭാവനിധൃഗ്രാജന്യവംശദഹന അനപവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജസുരാർത്തിഹരാവതാര യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമഃ തേ. അടുത്ത ശ്ലോകം 44. സൂത ഉവാച പൃഥയേത്ഥം കളപദൈഃ പരിണൂതാഖിലോദയ മന്ദം ജഹാസ വൈകുണ്ഠോ മോഹയന്നിവ മായയാ. ഇതാണ് 44ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. പൃഥയാ ഇത്തം കളപദൈഃ പരിണൂതാഖിലോദയ മന്ദം ജഹാസ വൈകുണ്ഠ മോഹയൻ ഇവ മായയാ. അടുത്ത ശ്ലോകം 45. താം ബാഢമിത്യുപാമന്ത്ര്യ
പ്രവിശ്യ ഗജസാഹ്വയം സ്ത്രിയശ്ച സ്വപുരം യാസ്യൻ പ്രേംണ രാജ്ഞാ നിവാരിത. ഇതാണ് 45-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. താം ബാഢം ഇതി ഉപാമന്ത്ര്യ പ്രവിശ്യ ഗജസാഹ്വയം സ്ത്രിയഃ ച സ്വപുരം യാസ്യൻ പ്രേംണ രാജ്ഞാ നിവാരിത. അടുത്ത ശ്ലോകം 46. വ്യാസാദ്യൈരീശ്വരേഹാജ്ഞൈഃ കൃഷ്ണേനാദ്ഭുതകർമ്മണാ പ്രബോധിതോപീതിഹാസൈർനാബുദ്ധ്യത ശുചാർപ്പിത. ഇതാണ് 46-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. വ്യാസാദ്യൈഃ ഈശ്വരേഹാജ്ഞൈഃ കൃഷ്ണേന അദ്ഭുതകർമ്മണാ പ്രബോധിത അപി ഇതിഹാസൈഃ ന അബുദ്ധ്യത ശുചാർപ്പിത. അടുത്ത ശ്ലോകം 47. ആഹ രാജാ ധർമ്മസുതശ്ചിന്തയൻ സുഹൃദാം വധം പ്രാകൃതേനാത്മനാ വിപ്രാ സ്നേഹമോഹവശങ്കത. ഇതാണ് 47-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ആഹ രാജാ ധർമ്മസുത ചിന്തയൻ സുഹൃദാം വധം പ്രാകൃതേന ആത്മനാ വിപ്രാഹ സ്നേഹമോഹവശം ഗതഃ. അടുത്ത ശ്ലോകം 48. അഹോ മേ പശ്യതാജ്ഞാനം ഹൃദിരൂഢം ദുരാത്മനഃ പാരക്യസ്യൈവ ദേഹസ്യ ബഹ്വ്യോ മേ ക്ഷൗഹിണീർഹതാഃ. ഇതാണ് 48-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അഹോ മേ പശ്യത അജ്ഞാനം ഹൃദി രൂഢം ദുരാത്മനഃ പാരക്യസ്യ ഏവ ദേഹസ്യ ബഹ്വ്യഃ മേ അക്ഷൗഹിണീഃ ഹതാഃ. അടുത്ത ശ്ലോകം 49. ബാലദ്വിജ സുഹൃന്മിത്ര പിതൃഭ്രാതൃഗുരുദ്രുഹ നമേ സ്യാന്നിരയാൻ മോക്ഷോ ഹ്യപി വരുഷായുതായുതൈഃ. ഇതാണ് 49-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ബാലദ്വിജ സുഹൃന്മിത്ര പിതൃഭ്രാതൃഗുരുദ്രുഹ ന മേ സ്യാത് നിരയാത് മോക്ഷഃ ഹി അപി വരുഷായുതായുതൈഃ. അടുത്ത ശ്ലോകം 50. നൈനോ രാജ്ഞഃ പ്രജാഭർത്തുർധർമ്മയുദ്ധേ വധോദ്വിഷാം ഇതി മേ നതു ബോധായ കൽപ്പതേ ശാസനം വച. ഇതാണ് 50-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ന ഏനഃ രാജ്ഞഃ പ്രജാഭർത്തു
ധർമ്മയുദ്ധേ വധഃ ദ്വിഷാം ഇതി മേ ന തു ബോധായ കൽപ്പതേ ശാസനം വചഃ. അടുത്ത ശ്ലോകം 51. സ്ത്രീണാം മദ്ധത ബന്ധൂനാം ദ്രോഹോ യോസാവിഹോത്ഥിത കർമ്മഭിർഗൃഹമേധീയൈർനാഹം കൽപ്പോ വ്യപോഹിതും. ഇതാണ് 51-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. സ്ത്രീണാം മദ്ധത ബന്ധൂനാം ദ്രോഹഃ യഃ അസൗ ഇഹ ഉത്ഥിതഃ കർമ്മഭിഃ ഗൃഹമേധീയൈഃ ന അഹം കൽപ്പഃ വ്യപോഹിതും. അടുത്ത ശ്ലോകം 52. യഥാ പങ്കേന പങ്കാംഭ സുരയാ വാസുരാകൃതം ഭൂതഹത്യാം തഥൈവൈകാം ന യജ്ഞൈർമാർഷ്ടുമർഹതി. ഇതാണ് 52-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യഥാ പങ്കേന പങ്കാംഭ സുരയാ വാ സുരാകൃതം ഭൂതഹത്യാം തഥാ ഏവ ഏകാം ന യജ്ഞൈഃ മാർഷ്ടും അർഹതി. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ കുന്ദീസ്തുതിർയുധിഷ്ഠിരാനുതാപോ നാമ 8-മോऽധ്യായഃ.